നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. ബ്യൂട്ടി പാർലർ ഉടമയ്ക്കെതിരായ വ്യാജ ലഹരി കേസിൽ സർക്കാർ മറുപടി പറയണമെന്ന് ഹൈക്കോടതി. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ഷീല സണ്ണിയുടെ ഹർജിയിലാണ് കോടതി നിർദ്ദേശം. കൊടുങ്ങല്ലൂർ ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ DYSP ഓഫീസ് ജംഗ്ഷനിൽ എലിവേറ്റഡ് ഹൈവേ വേണമെന്നാവശ്യപ്പെട്ട് കർമ്മസമിതി നടത്തിവരുന്ന ജനകീയ സമരം 100ാം ദിവസം പിന്നിട്ടു. പ്രദേശവാസികൾ നഗരത്തിൽ ജനകീയ മാർച്ച് നടത്തി. അന്നമനട ഗ്രാമപഞ്ചായത്ത് മാമ്പ്ര ഭൂരഹിത കർഷക തൊഴിലാളി പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം നടന്നു. വാർത്തകൾ വിശദമായി. ബ്യൂട്ടി പാർലർ ഉടമയ്ക്കെതിരായ വ്യാജ ലഹരി കേസിൽ സർക്കാർ മറുപടി പറയണമെന്ന് ഹൈക്കോടതി. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ഷീല സണ്ണിയുടെ ഹർജിയിലാണ് കോടതി നിർദ്ദേശം വന്നത്. അതീവ ഗുരുതരമായ സംഭവമാണ് നടന്നിട്ടുള്ളത്. വിഷയത്തിൽ സമഗ്രമായ മറുപടി സർക്കാർ നൽകണമെന്നും ഹൈക്കോടതി പറഞ്ഞു. കേസിൽ ആരോപണ വിധേയരായ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും കോടതി നോട്ടീസ് അയച്ചു. കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരി 27-നായിരുന്നു ഷീല സണ്ണി എന്ന ബ്യൂട്ടി പാർലർ ഉടമയുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത്. ബൈക്കിലും ബാഗിലും LSD സ്റ്റാമ്പുമായി അവരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പിന്നീട് കെമിക്കൽ ലാബിൽ നടത്തിയ പരിശോധനയിൽ സ്റ്റാമ്പ് ലഹരിയല്ലെന്ന് തെളിഞ്ഞു. എന്നിട്ടും ഷീല ജയിലിൽ കിടന്നത് 72 ദിവസമായിരുന്നു. എക്സൈസ് പ്രതിക്കൂട്ടിലായതോടെ വ്യാജലഹരിയുടെ സന്ദേശം വന്നത് എവിടെ നിന്നെന്നായി അന്വേഷണം. ഒടുവിൽ എക്സൈസ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഉറവിടം കണ്ടെത്തുകയായിരുന്നു. തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസ് എന്നയാളാണ് വ്യാജ കേസിന് പിന്നിലെന്ന് കണ്ടെത്തി. ഷീലയുടെ ബന്ധുവിന്റെ സുഹൃത്താണ് നാരായണദാസ്. ഇയാളെ എക്സൈസ് പ്രതി ചേർത്തെങ്കിലും കള്ളക്കേസിൽ കുടുക്കിയതിന്റെ കാരണം പുറത്തു വന്നിട്ടില്ല. അതറിയണമെന്നാണ് ഷീല സണ്ണി ആവശ്യപ്പെടുന്നത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഷീല സണ്ണി വീണ്ടും ബ്യൂട്ടി പാർലർ തുടങ്ങിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കൊച്ചി. കൊടുങ്ങല്ലൂർ ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ DYSP ഓഫീസ് ജംഗ്ഷനിൽ എലിവേറ്റഡ് ഹൈവേ വേണമെന്നാവശ്യപ്പെട്ട് കർമ്മസമിതി നടത്തിവരുന്ന ജനകീയ സമരം 100ാം ദിവസം പിന്നിട്ടു. നഗരവാസികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനായി എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് 100 കണക്കിന് പ്രദേശവാസികൾ നഗരത്തിൽ ജനകീയ മാർച്ച് നടത്തി. സമരപ്പന്തലിൽ നിന്ന് ആരംഭിച്ച നഗരം ചുറ്റി സമാപിച്ചു. കർമ്മസമിതി ചെയർമാൻ RM പവിത്രൻ, കൺവീനർ KK അൻസാർ, KC ജയൻ, P സുരേഷ്, ഡോക്ടർ OG വിനോദ് എന്നിവർ നേതൃത്വം നൽകി. 6 വരിപ്പാത നിലവിൽ വരുന്നതോടെ നഗരത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളുടെയും കാൽനടയാത്രക്കാരുടെയും നഗരത്തിലേക്കുള്ള പ്രവേശന കവാടം പൂർണ്ണമായും അടയും. അന്നമനട ഗ്രാമപഞ്ചായത്ത് മാമ്പ്ര ഭൂരഹിത കർഷക തൊഴിലാളി പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. അത് നമുക്കറിയാം, ഈ പ്രദേശത്തെ നമുക്ക് എല്ലാവർക്കും കുടുംബശ്രീ യോഗങ്ങളായാലും പഞ്ചായത്തിൻ്റെ ഗ്രാമസഭകളായാലും പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ കർഷക ഭൂരഹിത കോളനിയിലെ ആളുകൾക്കായാലും അവരുടെ ജീവിതത്തിലുള്ള വിവാഹമായിക്കോട്ടെ മറ്റ് ചടങ്ങുകളായിക്കോട്ടെ അത്തരം കാര്യങ്ങളിലേക്ക് കൂടിച്ചേരുന്നതിനും പഞ്ചായത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾക്കും കൂടി ആശ്രയിക്കാവുന്ന ഏക ഒരു ഹാളാണ് ഈ പ്രിയദർശിനി ഹാള്. ആ പ്രിയദർശിനി ഹാളിൻ്റെ നമ്മുടെ ഈ ഭരണസമിതി ചുമതലയേറ്റ സമയത്ത് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നും ചുറ്റുമതിൽ നിർമ്മിക്കണമെന്നും നിരവധിയായ ആവശ്യങ്ങൾ വിവിധ ഗ്രാമസഭകളിൽ ഉന്നയിക്കാറുണ്ട്. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ് മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ KA ഇക്ബാൽ, പഞ്ചായത്ത് അംഗങ്ങളായ ലളിത ദിവാകരൻ, സുനിത സജീവൻ, KK രവി നമ്പൂതിരി, ഡേവിസ് കുര്യൻ, CK ഷിജു, ബ്ലോക്ക് മെമ്പർ OC രവി, PD ജോസ്, മിനിത ബാബു എന്നിവർ സംസാരിച്ചു. എടവിലങ്ങ് GSLP സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. MLA ET ടൈസൺ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷനായി. ചടങ്ങിൽ
എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ ബിന്ദു രാധാകൃഷ്ണൻ, ഷാഹിന ജലീൽ, MR കൈലാസൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ, മെമ്പർമാരായ ഗിരീഷ് കുമാർ, ജോസ്മി ടൈറ്റസ്, സുബി പ്രമോദ്, സുരഭി സുമൻ, ആശാലത, KK മോഹനൻ, ഹരിദാസ് MA, സന്തോഷ് PK, KT വിനിൽദാസ്, കൊടുങ്ങല്ലൂർ AO CR ഗീത, കൊടുങ്ങല്ലൂർ BPC മോഹൻരാജ് PM, PTA പ്രസിഡന്റ് സജിത അമ്പാടി എന്നിവർ സംസാരിച്ചു. അന്നമനട ഗവൺമെന്റ് UP സ്കൂൾ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും ആഘോഷിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ ആരംഭിച്ച പഞ്ചവാദ്യത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും പരിശീലനം പൂർത്തീകരിച്ച 9 മിടുക്കന്മാരുടെ അരങ്ങേറ്റത്തോടു കൂടിയാണ് ഇന്നലെ രാവിലെ നമ്മുടെ വാർഷികാഘോഷങ്ങൾക്ക് തിരികൊളുത്തിയത്. അങ്ങനെയോ നേരത്തെ ഇവിടെ പ്രദർശിപ്പിച്ചതുപോലെ പറഞ്ഞതുപോലെ വാർഷിക പൊതുയോഗത്തിൽ ഒരു സർക്കാർ സ്കൂൾ എങ്ങനെയായിരിക്കണമെന്ന ഒരു പൊതുവിദ്യാലയം സാമൂഹ്യ പ്രതിബദ്ധതയോടെയും മതനിരപേക്ഷതയും നിലനിർത്തിക്കൊണ്ട് കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനും വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ OC രവി അധ്യക്ഷനായി. TK സതീശൻ, KA ബൈജു, ഷീജ നസീർ, സുനിത രാജ്, ഡെയ്സി സെബാസ്റ്റ്യൻ, VV ശശി, K കണ്ണൻ, സ്കൂൾ ലീഡർ മാസ്റ്റർ സായി കൃഷ്ണ ശ്രീജിത്ത്, PG ജിസ്മോൾ എന്നിവർ സംസാരിച്ചു. പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജിൽ ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ ഭാഗമായി സെമിനാർ നടത്തി. CSIR മുൻ ശാസ്ത്രജ്ഞനും കേരള അക്കാദമി ഓഫ് സയൻസസ് വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ KG രഘു ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ TK ബിന്ദു ശർമിള അധ്യക്ഷയായി. കുസാറ്റിലെ ബയോടെക്നോളജി വിഭാഗത്തിലെ ഡോക്ടർ ജോമോൻ സെബാസ്റ്റ്യൻ, കോഴിക്കോട് ഫാറൂഖ് കോളേജ് കെമിസ്ട്രി വിഭാഗത്തിലെ ഡോക്ടർ മുഹമ്മദ് യൂസഫ്, കൊച്ചി NBF GRൽ നിന്നുള്ള ഡോക്ടർ ആരതി ധർമ്മരത്നം എന്നിവർ ക്ലാസുകൾ നയിച്ചു. കയ്പമംഗലം RCUP സ്കൂളിന്റെ 128ാം വാർഷികവും വിരമിക്കുന്ന അധ്യാപിക ആൻസി ഡേവിഡിന് യാത്രയപ്പും നൽകി. ഫാദർ സിജോ ഇരുമ്പൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജസ്റ്റിൻ വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ബിന്ദു തോമസ്, PTA പ്രസിഡന്റ് PK ദിനേശ്, പഞ്ചായത്ത് അംഗം CJ പോൾസൺ, ക്യൂൻ മേരി കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ മേരീസ്, MC രാജൻ, PI ഡെയ്സി, NA മുഹമ്മദ് ഷമീം, അനീന മരിയ ജോയ്, സിസ്റ്റർ ഷാലിൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഉപജില്ലാ മത്സരങ്ങളിൽ വിജയികളായവർക്കും പഠന മികവ് തെളിയിച്ചവർക്കും എൻഡോമെന്റും വിതരണം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ബ്യൂട്ടി പാർലർ ഉടമയ്ക്കെതിരായ വ്യാജ ലഹരി കേസിൽ സർക്കാർ മറുപടി പറയണമെന്ന് ഹൈക്കോടതി. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ഷീല സണ്ണിയുടെ ഹർജിയിലാണ് കോടതി നിർദ്ദേശം. കൊടുങ്ങല്ലൂർ ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ DYSP ഓഫീസ് ജംഗ്ഷനിൽ എലിവേറ്റഡ് ഹൈവേ വേണമെന്നാവശ്യപ്പെട്ട് കർമ്മസമിതി നടത്തിവരുന്ന ജനകീയ സമരം 100ാം ദിവസം പിന്നിട്ടു. പ്രദേശവാസികൾ നഗരത്തിൽ ജനകീയ മാർച്ച് നടത്തി. അന്നമനട ഗ്രാമപഞ്ചായത്ത് മാമ്പ്ര ഭൂരഹിത കർഷക തൊഴിലാളി പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം നടന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.